എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്ന വേദഭാഗം 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 8-ഉം 9-ഉം വാക്യമാണ് ഞാൻ വായിക്കുവാൻ പോകുന്നത്. അത് ഞാൻ വായിക്കുന്നു. തീർച്ചയ്ക്ക് എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിക്കും. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. നമ്മുടെ തലകളെ ഒന്ന് വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, വായിച്ച വചനം അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതും ഞങ്ങളുടെ അനുഗ്രഹത്തിനു വേണ്ടി അങ്ങ് തന്നിരിക്കുന്ന നല്ല ദാനവുമാകിയാൽ സ്തോത്രം. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ, ഇതിൻ്റെ കഥാവെ അർത്ഥം ഞങ്ങളുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആക്കുവാൻ വേണ്ടുന്ന കൃപ തരണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഈ വചനത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു തരണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പോയ ആഴ്ചകളിൽ നാം കണ്ടത് ക്രൈസ്തവ ജീവിത ശൈലിയെക്കുറിച്ചാണ്. നമ്മൾ പത്രോസിൻ്റെ ലേഖനം തുടർച്ചയായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ കണ്ടത് 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയുണ്ടായി: സകല മനുഷ്യ നിയമത്തിലും കർത്താവിൻ നിമിത്തം കീഴടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻ്റൽ അതോറിറ്റീസിന് നാം കീഴടങ്ങണമെന്നാണ് ആ ഭാഗം നമ്മൾ പഠിച്ചത്. എന്നാൽ 2-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വേലക്കാരെ പൂർണ്ണ ഹൃദയത്തോടെ യജമാനന്മാർക്ക് കീഴടങ്ങിയിരിക്കും. നമ്മൾ എങ്ങനെയാണ് വർക്ക് പ്ലേസിലായിരിക്കേണ്ടതെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ വിശദമായി അത് കണ്ടതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവാൻ. ഹൗ വൈഫ് ഷുഡ് കണ്ടക്ട് എ ലൈഫ് അറ്റ് ഹോം എന്നുള്ള കാര്യമാണ്. 4-ാമതായി നമ്മൾ കണ്ടത് 3-ാം അധ്യായം 7-ാം വാക്യം: ഭർത്താക്കന്മാരുടെ നിങ്ങളുടെ ഭാര്യമാർക്ക് ബഹുമാനം കൊടുപ്പീൻ. ഭർത്താവിൻ്റെ കണ്ടക്ട് എങ്ങനെയാണെന്നാണ് നമ്മൾ വ്യക്തമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുവാനിടയായി. ക്രിസ്തീയ ജീവിത ശൈലി എന്നുള്ളതാണ് ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത. നമ്മൾ എങ്ങനെ ജീവിക്കണം, എൻ്റെ കോണ്ടെക്സ്റ്റൊക്കെ നമ്മൾ പഠിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഇന്ന് പോകുവാനായി ആഗ്രഹിക്കുന്നില്ല. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്, നമ്മൾ കുടുംബങ്ങളിൽ ജീവിക്കുന്നവരാണ്. നമുക്ക് പരസ്പരമായ ബന്ധമുണ്ട്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പുണ്ട്. ഇതെങ്ങനെ കൊണ്ടുപോകണമെന്നാണ് ദൈവത്തിൻ്റെ വചനം ഇവിടെ അനുശാസിക്കുന്നത്. ഇതാണ് ക്രൈസ്തവ മനോഭാവം. നമ്മൾ ഏത് ആറ്റിറ്റ്യൂഡോടു കൂടിയാണ് ജീവിക്കേണ്ടത്, അതാണ് ദൈവം നമ്മളെക്കുറിച്ച് എങ്ങനെ അത് വർത്തിക്കണമെന്ന് ഈ ഭാഗത്തിൽ നമ്മൾ കർത്താവ് എഴുതിയിരിക്കുന്നത്. കർത്താവ് നമുക്ക് തന്നിരിക്കുക പത്രോസിലൂടെ. നമ്മുടെ മനോഭാവം എന്താ, നമ്മൾ എങ്ങനെയാണ് സമൂഹത്തിൽ അത് പ്രതികരിക്കേണ്ടത്, കുടുംബത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, ഇതാണ് ഈ ഭാഗം നമുക്ക് വിശദീകരിച്ച് തരുന്നത്. ഇത് പഠിക്കുന്നതിന് മുമ്പായി നമ്മൾ പ്രത്യേകാലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രൈസ്റ്റ് ഈസ് അവർ മോഡൽ. എന്തിനും ക്രിസ്തുവാണ് നമ്മുടെ മോഡൽ. ഇവിടെ നമ്മൾ 5 തരത്തിലുള്ള മോഡലുകൾ പഠിക്കുന്നുണ്ട്, ആറ്റിറ്റ്യൂഡുകൾ, മനോഭാവങ്ങൾ പഠിക്കുന്നുണ്ട്. ഇത് മുഴുക്കൻ ക്രിസ്തുവിൽ ഉള്ളതാണ്, പുതിയ ഒരു സംഭവവുമില്ല. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കണ്ട വിഷയങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ക്രിസ്തുവിനെ ജീവിതത്തിൽ ഒപ്പിയെടുക്കുവാനായിട്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്. പൗലോസ് അപ്പോസ്തലൻ അതൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആറ്റിറ്റ്യൂഡാണ് നമ്മളിന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായും നമ്മൾ കോപ്പി ചെയ്യേണ്ട, നമ്മൾ അനുവർത്തിക്കേണ്ടുന്ന വിഷയങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 5 നിർദ്ദേശങ്ങളാണ്
ഇവിടെ പത്രോസിന് കൊടുക്കുന്നു. ഞാൻ ഒന്നുകൂടെ ആ ഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ 8-ാമത്തെ വാക്യം, 3-ാം അധ്യായം 8-ാം വാക്യം. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിക്കും. ദോഷത്തിന് ദോഷം, ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഇവിടെ ഈ 2 വാക്യങ്ങളിലും ക്രൈസ്തവ മനോഭാവവും ക്രൈസ്തവ പ്രതികരണവും നന്നായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അത് ഓരോന്നോരോന്നായി നമുക്ക് കാണാം. 5 കാര്യങ്ങൾ അവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. 1, ഐക്യത നാം ഉള്ളവരായിരിക്കണം, ഐക്യത. 2, സഹതാപമുള്ളവരായിരിക്കണം. 3, സഹോദര പ്രീതിയുള്ളവരായിരിക്കണം. 4, മനസ്സലിവുള്ളവരായിരിക്കണം. 5, വിനയമുള്ളവരായിരിക്കണം. 5 കാര്യങ്ങൾ, ഫണ്ടമെന്റൽ തിങ്സ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇതുണ്ടാകണം. ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിൽ എങ്ങനെയായിരിക്കുന്നു? പലപ്പോഴും നമ്മൾ ഫെയിലിയർ ആകുന്നത് ഇതിൻ്റെ കുറവുകൾ കൊണ്ടാണ്. നമുക്ക് വിശദമായി പഠിക്കാം. 1-ാമത്തേത് ഐക്യത. ക്രൈസ്തവ മനോഭാവത്തിൻ്റെ 1-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐക്യതയാണ്. നമ്മൾ വിവിധ ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നാണല്ലോ വന്നിരിക്കുന്നത്. ഇവൻ കുടുംബത്തിലാണേലും പല ഭവനങ്ങളിൽ നിന്ന് വരുന്നവർ, പല ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ നിന്ന് ഉയർന്ന സ്റ്റാറ്റസുകളായിരിക്കാം, മീഡിയൻ സ്റ്റാറ്റസിൽ നിന്നുള്ളവരായിരിക്കാം, ഒരു പക്ഷേ താണ സ്റ്റാറ്റസിൽ നിന്നുള്ളവരായിരിക്കാം. ഒരു കുടുംബമായി വരികയാണ്. സഭയിലും അങ്ങനെ തന്നെയല്ലേ? പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരായിരിക്കാം, പല സിറ്റികളിൽ വളർന്നവരായിരിക്കാം, പല ഗ്രാമങ്ങളിൽ വളർന്നവരായിരിക്കാം, പലതരത്തിലുള്ള സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടുകൾ ഉള്ളവരായിരിക്കാം. ഇവരെല്ലാവരും കൂടി നടത്തുന്നതാണ് ദൈവസഭ. അങ്ങനെയുള്ളവരുടെ ഒരു റെപ്രസെന്റേഷനാണ് കുടുംബം. ഇവിടെ ഐക്യത എങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ഐക്യത എന്നുള്ള പദം ഞാൻ പല വേർഷൻസിൽ നോക്കിയപ്പോൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞത് വൺ മൈൻഡ് ഒരു വേർഷൻ പറയുന്നുണ്ട്. വൺ മൈൻഡ്. ഹാർമോണിയസ് വേറൊരു വേർഷൻ പറയുന്നുണ്ട്. NIV, ന്യൂ കിങ് ജെയിംസ് വേർഷൻ, ആംപ്ലിഫൈഡ് വേർഷനൊക്കെ, ലിവിങ് ബൈബിളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. വേറൊരു വേർഷൻ പറയുന്നത് യുണൈറ്റഡ് ഇൻ സ്പിരിറ്റ്. വേറൊരു വേർഷൻ പറയുന്നത് സെയിം ആറ്റിറ്റ്യൂഡ്. ഐക്യതയ്ക്ക് കൊടുത്തിരിക്കുന്ന പദമാണ് വൺ മൈൻഡ്, ഏക മനസ്സ്. ഹാർമോണിയസ്, പൊരുത്തതയോടുകൂടി ജീവിക്കുക. അടുത്തത് യുണൈറ്റഡ് ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ ഒന്നിച്ച് ജീവിക്കുക. സെയിം ആറ്റിറ്റ്യൂഡ്, ഒരേ മനോഭാവത്തോടു കൂടി ജീവിക്കുക. ഇതൊക്കെയായി ഐക്യത എന്നുള്ള വാക്കിൻ്റെ പര്യായ പദങ്ങൾ. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ ഇത് എഴുതുന്നത് ഗ്രീക്കിലായി പുസ്തകം. അദ്ദേഹം എഴുതിയിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് ഹോം ഓഫ് റോൺ എന്ന പദമാണ്. ഹോം ഓഫ് റോൺ, ആ വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് അതിൻ്റെ മീനിങ് ഇങ്ങനെയാണ്: properly share the same perspective. Properly share the same perspective. ഒരേ ആശയം പങ്കുവെക്കുന്നവർ, ഒരേ ചിന്താഗതി പങ്കുവെക്കുന്നവർ എന്ന അർത്ഥമാണ് ഹോമോഫ്രോൺ എന്നുള്ള പദത്തിന് കൊടുത്തിരിക്കുന്നത്. ഒരേ ആശയത്തോടെ, ഒരേ ചിന്താഗതിയോടെ ജീവിക്കുക വളരെ ബുദ്ധിമുട്ടാണ്, അല്ലേ? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. വൈവിധ്യങ്ങളായ ബാക്ക്ഗ്രൗണ്ടുകളിൽ നമ്മൾ വരുമ്പോൾ എങ്ങനെയാണത് പോസിബിൾ ആകുന്നത്? എന്നാൽ ക്രിസ്തീയ ജീവിത ശൈലിയിൽ അത് പോസിബിൾ ആകുന്നു. കാരണം നമ്മെ കോർത്തിണക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ഞാൻ ക്രിസ്തീയ ജീവിത ശൈലിയിലെ മനോഭാവത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസി
രക്ഷിക്കപ്പെട്ടവൻ, ദൈവകൃപയെ അനുഭവിക്കുന്നവൻ, അവൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചവനാണ്. നിറവ് പ്രാപിച്ചവനായിരിക്കണം. ഈ ഐക്യത മാനുഷികമായ നമ്മുടെ ഹ്യൂമൻ നേച്ചറിൽ ഇമ്പോസിബിൾ ആകട്ടെ. ബിക്കോസ് ഓഫ് ദി ഫോളൻ നേച്ചർ, വീഴ്ച പറ്റിയ മനുഷ്യന്റെ ആ നേച്ചർ നിമിത്തം ഐക്യത കിട്ടത്തില്ല, കലഹമാണ്. എന്നാൽ ഒരുവൻ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ, യേശുവിന്റെ മകനായി അവൻ തീരുമ്പോൾ, യേശുവിന്റെ വചനങ്ങളെ അനുസരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ അവൻ നിറയപ്പെടുമ്പോൾ, ആത്മനിറവിൻ ജീവിതം നയിക്കുമ്പോൾ, ഈ ഐക്യത പരിശുദ്ധാത്മാവിന്റെ സഹവാസം മൂലം നമുക്ക് ലഭിക്കുന്നു എന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറുകയാണ്. ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ആത്മനിറവിൻ ജീവിതം നാം നയിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ മനസ്സറിയുവാനായി കഴിയുക, ദൈവത്തിന്റെ ഗീതം വെളിപ്പെടുത്തി തരികയാണ്. ഒരു മനുഷ്യജീവിക്കും ദൈവത്തിന്റെ മനസ്സറിയുവാൻ കഴിയത്തില്ല. എന്നാൽ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരുവന് ദൈവത്തിന്റെ ഹിതം അവൻ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുക. അത് ഹിതമെന്ന് പറയുമ്പം നടക്കാൻ പോകുന്ന സംഭവങ്ങൾ മാത്രമല്ല, ദൈവം നമ്മളെക്കുറിച്ച് എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ, ആത്മീയമായി ഏതെല്ലാം തരത്തിൽ ഇംപ്രൂവ് ചെയ്യണമോ, ഏതെല്ലാം തരത്തിൽ നമ്മൾ പുരോഗമിക്കണമോ, ആ പുരോഗമനമെല്ലാം നമ്മളില് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ അവൻ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ കുറവുകൾ, നമ്മുടെ കുറ്റങ്ങളെല്ലാം അവൻ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിന് ആ ദൈവത്തിൻ്റെ മനസ്സറിയുന്നത് നിമിത്തം അത് ദൈവം നമ്മളോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, വിശ്വാസത്താൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വിശ്വാസത്താൽ ദൈവത്തെ അറിയുന്നത് മൂലം നമ്മൾ ഐക്യതയുള്ളവരായി തീരുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരമപ്രധാനമായ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഐക്യത ജീവിക്കുക എന്നുള്ളത്. യേശുക്രിസ്തു പറഞ്ഞു, ഞാനും പിതാവ് ഒന്നാകുന്നു. യൂണിറ്റിയുടെ മാതൃക അവിടെ ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്തുവിൻ്റെ മാതൃക തന്നെയാണ്, മോഡൽ ഓഫ് ക്രൈസ്റ്റ്. അത് തന്നെയാണ് നമ്മളിലും ഒന്നാമത് ഐക്യതയുള്ളവരായിരിക്കണം, കുടുംബത്തിൽ ഐക്യതയുള്ളവരായിരിക്കണം. പ്രിയമുള്ളവർ, ഞാനിത് പറയുമ്പോൾ ഞാൻ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കുടുംബത്തിൽ ഐക്യതയില്ല എങ്കിൽ, പ്രത്യേകിച്ചൊരു ക്രിസ്തീയ കുടുംബത്തിൽ ഐക്യതയില്ല എങ്കിൽ നിഷ്പ്രയാസം നമുക്ക് പറയാൻ കഴിയും, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ ജീവിതം അവിടെ ഇല്ല എന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ കലഹവും പ്രയാസങ്ങളും വഴക്കും അല്ല ഈവൻ ഡൈവോഴ്സ് പോലും നിങ്ങൾ ആഗ്രഹിച്ചു പോകുന്നുവെങ്കിൽ ഒരു കാര്യം വ്യക്തമായിട്ട് വേറെ ഒരു തരത്തിലും സംശയിക്കാതെ പറയാം, നിങ്ങൾ ആത്മീയമായി പരാജയപ്പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഐക്യത വരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ ജീവിതം നയിച്ചേ ഒക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം നിങ്ങൾ മനസ്സിലാക്കും, ദൈവം അത് നിങ്ങളിൽ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ ആത്മാവിൻ്റെ ആ ഗൈഡൻസിന് അധീനരായി പോകുമ്പോൾ നിങ്ങൾ ഐക്യതയുള്ളവരായി തീരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആത്മനിറവിൻ ജീവിതം നയിപ്പാൻ നമ്മൾ തയ്യാറാകണം. ആത്മനിറവിൻ ജീവിതം, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾപ്പാൻ നമ്മൾ തയ്യാറാകണം. പണ്ട് പഠിച്ചൊരു ഇംഗ്ലീഷ് കോറസ് ഉണ്ട്. There are voices all around me, my enemies and my friends. Do this, don't do that. The chorus never ends. എനിക്ക് ചുറ്റുപാടും ശബ്ദങ്ങളൊക്കെ ധാരാളം മുഖരിതമാണ്. എൻ്റെ സഹോദരങ്ങള്, ഫ്രണ്ട്സ്, ഇത് ചെയ്യ് അത് ചെയ്യ് എന്നൊക്കെ പറയുമ്പോൾ, ആ പാട്ടിൻ്റെ അവസാനത്തെ ലൈൻ ഇങ്ങനെയാണ് പറയുന്നത്, I will listen to the quiet inner voice. നമ്മുടെ ജീവിതത്തിൻ്റെ കൺഫ്യൂഷൻ്റെ വേളകളിൽ, അനൈക്യതയുടെ വേളകളിൽ there is a quiet inner voice. നമ്മുടെ മനസ്സിലുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കും.
I will always listen to the quiet inner voice. It is quite swift and definite, and I have made my choice. കൺഫ്യൂഷനിലിരിക്കുന്ന ആരെങ്കിലും എൻ്റെ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഐക്യതയില്ലായ്മയില്ലെങ്കിൽ എവിടെയെങ്കിലും കാണപ്പെടുന്നുണ്ടെങ്കിലും മുഴയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ആദ്യമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുക: മുട്ടുമടക്കും. നഷ്ടപ്പെട്ടു പോയ ദൈവിക കൃപകളെ പ്രാപിക്കും. ദൈവം നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവിതത്തെയും ഒക്കെ ദൈവം രൂപാന്തരപ്പെടുത്തും. ഐക്യതയുടെ ആത്മാവിനെ, അല്ലെങ്കിൽ വൺ മൈൻഡ്, ഹാർമോണിയസ് സ്പിരിറ്റ്, യുണൈറ്റഡ് ഇൻ സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന നമ്മൾ പറഞ്ഞ ഐക്യത നിങ്ങളുടെ ജീവിതത്തിൽ ആറുപോലെ ഒഴുകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആത്മനിറവിൻ ജീവിതം നയിക്കുമ്പോൾ ഈ ഐക്യത വരികയാണ്. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഫിലിപ്പിയിൽ 1:27, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തുനിന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിനാൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നും കുലുങ്ങി പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു. ഏക മനസ്സോടെ, കുടുംബത്തിൽ ഏക മനസ്സോടെ പോരാട്ടം കഴിക്കുന്നു. സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു. സഭയിൽ സുവിശേഷത്തിന്റെ പോരാട്ടത്തിനായി, സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു: തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ. തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ, ഞാൻ പറഞ്ഞില്ലേ, പലതരത്തിലുള്ള ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വരുന്നവരോട് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിലൂടെ പറയുന്നത് ഇങ്ങനെയാണ്: തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവീൻ. ഇവിടെ ഒരു പ്രത്യേക ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഐക്യത എന്ന് പറയുന്നത് യൂണിഫോമിറ്റി അല്ല, ഏകരൂപമല്ല. നമ്മുടെ സ്കൂളിലൊക്കെ പണ്ട് പോകുമ്പോൾ യൂണിഫോം ഇട്ട് പോകുമായിരുന്നു. ഞാൻ പോയിട്ടുണ്ട് പണ്ട്. നീല നിക്കറും വെള്ള ഷർട്ടും ഒക്കെ ഇട്ടിട്ട് പോകുമായിരുന്നു. ഇന്നും സ്കൂളുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂണിഫോം ആവശ്യമുണ്ട്. അതല്ല ഇവിടെ പറയുന്നത്. പണ്ട് ചൈനീസ് ലേബറൊക്കെ ഗൾഫിലൊക്കെ വരുമ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന ആ യൂണിഫോം എന്ന് പറയുന്നത് ഗ്രേ പാൻറ്, വെള്ള ഷർട്ട്, ഒരേ തരത്തിലുള്ള തലമുടി കട്ട. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോട്ട് യൂണിഫോമിറ്റി. നമ്മുടെ ഡ്രസ് കോഡ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന യൂണിഫോമിറ്റി എന്ന് പറയുന്ന ആ വേട അല്ല. ഐക്യത എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വേട അതല്ല. വൺ മൈൻഡ് എന്നൊക്കെ പറയുമ്പോൾ അതല്ല. എന്നാൽ ഉദ്ദേശിക്കുന്ന പദം യുനാനിമസിലെ ഐക്യകണ്ഠേന ഒറ്റ സ്വരത്തിൽ നാം ആയിത്തീരുകയാണ്. ജീവിതത്തിലെ ഞാൻ മുമ്പേ പറയുന്നതുപോലെ വൈവിധ്യങ്ങൾ ഉള്ളപ്പോൾ സൂക്ഷിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനാൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൾച്ചറൽ ഡൈവേഴ്സിറ്റി, എഡ്യൂക്കേഷണൽ ഡൈവേഴ്സിറ്റി, പലതരത്തിലുള്ള നമ്മുടെ പേഴ്സണൽ സൈക്കോളജിക്കൽ അപ്ബ്രിങ്ങിങ്സ്, ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഐക്യമത്യത്തോടെ ഏകകണ്ഠമായി ജീവിക്കേണ്ടതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അവൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിൽ ഒരൊറ്റ സ്വരം ആകും, ബഹുസ്വരം കാണത്തില്ല എന്നതുള്ളതാണ് സത്യം. നമുക്ക് വീടുകളിൽ, സഭകളിൽ എങ്ങനെ ഐക്യതയോടുകൂടി ജീവിപ്പാൻ കഴിയും? സിമ്പിളായിട്ടുള്ള കാര്യം, അത് മാൻഡേറ്റാണ്. പരിശുദ്ധാത്മ നിറവിൻ ജീവിതം നയിക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാനുള്ള ഒരു ഹൃദയം നമുക്ക് തരും, ചെവി തരും.
കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും നമുക്ക് വരും. പലപ്പോഴും നമ്മളൊക്കെ അതിൻ്റെ അകത്ത് തെറ്റിപ്പോകുന്നവരാണ്. ഐക്യത, പരസ്പര ബന്ധം, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നാം കീപ്പ് ചെയ്യണമെങ്കിൽ ആത്മനിറവിൻ ജീവിതം നയിച്ചേ മതിയാകത്തുള്ളൂ. ഹാർമണി, ഐക്യത, ഹാർമണി ഇൻ മൈൻഡ് ആൻഡ് ഇൻ സ്പിരിറ്റ്. ഇതാണ് നമ്മുടെ മനസ്സിലും നമ്മുടെ ആത്മാവിലും ആ ഹാർമണി, ആ ഐക്യത നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇതാണ് ക്രിസ്തീയ ജീവിത ശൈലിയിലെ നമ്മളുടെ മനോഭാവം. ഒന്നാമത്തെ മനോഭാവം ഐക്യത. രണ്ടാമത്തേത് നമ്മൾ വായിക്കുന്നത് സഹതാപം. ഐക്യതയുണ്ടെങ്കിൽ അവിടെ സഹതാപമുണ്ട്. ഐക്യത സഹതാപത്തിലേക്ക് നയിക്കുക. ഹാർമണി ലീഡ്സ് ടു സിമ്പതി. സിമ്പതി എന്ന് പറയുന്നത് കമ്പാഷന്റെയും അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും കാരുണ്യത്തിന്റെയും മനസ്സിലാക്കുവാനുള്ള ആ കപ്പാസിറ്റിയുടെയും കൂടെ മിക്സ്ചറാണ് സിമ്പതി. നമ്മൾ സിമ്പതി ഉള്ളവരായിരിക്കണം. കുടുംബത്തിൽ നാം സിമ്പതി ഉള്ളവരായിരിക്കണം. നമ്മുടെ പാർട്ട്നേഴ്സിനോട് നമ്മൾ സിമ്പതി കാണിക്കണം. ഐകമത്യം വരുമ്പോൾ, ഒന്നാണെന്നുള്ളൊരു ഭാവം വരുമ്പോൾ, ബഹുസ്വരമില്ലാതെയായി മാറുമ്പോൾ നാം സിമ്പതിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറുകയാണ്. സിമ്പതിയിലേക്ക് നാം പോവുകയാണ്. കാരുണ്യം, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ്, കമ്പാഷൻ പ്ലസ് അണ്ടർസ്റ്റാൻഡിങ് ഈക്വൽ സിമ്പതി. സിമ്പതിയുടെ ഡെഫിനിഷൻ, അതിൻ്റെ ഫോർമുലയാണ്. സിമ്പതി എന്ന് പറയുന്നതിൻ്റെ ഫോർമുലയാണ് കമ്പാഷൻ പ്ലസ് അണ്ടർസ്റ്റാൻഡിങ്. കുടുംബത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു വിഷയം. ഇന്ന് പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഇതാ, കമ്പാഷൻ ഇല്ല, അന്യോന്യം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല, അതുകൊണ്ട് സിമ്പതിയില്ല. അതൊക്കെ വേണമെങ്കിൽ ആദ്യം ഐക്യതയിലേക്ക് പോകണം. ഐക്യത വേണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ ജീവിതം നയിക്കണം. ദൈവദിന പ്രകാരം നാം ജീവിക്കണം. ദൈവം തന്നിരിക്കുന്ന സൊല്യൂഷൻസ് ആയിരിക്കും. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടി കരയുകയും ചെയ്യുക. പലപ്പോഴും സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിപ്പാൻ നമുക്ക് കഴിയുമായിരിക്കാം. എന്നാൽ കരയുന്നവരോടുകൂടി കരയുമ്പോൾ പലപ്പോഴും ബലഹീനതയാണെന്ന് തോന്നുമായിരിക്കാം. ഇയാൾ കരയുന്നു. പ്രിയമുള്ളവരെ, അതൊരു ഒരു 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 വല്ലാത്തൊരു കാര്യമൊന്നുമല്ല, നല്ലൊരു കാര്യം തന്നെയാണ്. ഹാവ് ടു ബി കമ്പാഷനേറ്റ്. ഒരുപക്ഷെ കണ്ണിൽ നിന്നും വെള്ളം വന്നില്ലായിരിക്കാം, പക്ഷെ അവരോടുകൂടി ഐക്യതയിൽ ചേരുകയാണ്. കമ്പാഷനും അണ്ടർസ്റ്റാൻഡിങ്ങും കാരുണ്യവും അവരെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ, കാരുണ്യത്തോടുകൂടി അവരെ മനസ്സിലാക്കുമ്പോൾ, അത് സിമ്പതിയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. എന്നാൽ നമ്മുടെ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഇതില്ലായിരുന്നുവോ? ഉണ്ടായിരുന്നു. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്: നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പഴയ നിയമ പുരോഹിതൻ അവൻ വളരെ സ്ട്രിക്റ്റ്. ആ മൃഗത്തെ നോക്കും, അതിനുശേഷം ആളിനെ നോക്കും, ഇതെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യും. ഊനമില്ലാത്തൊക്കെ ആയിരിക്കണം. അവൻ കവിഞ്ഞ് വേറെ കൺസേണില്ല. എന്നാൽ പുതിയ നിയമത്തിലെ മഹാപുരോഹിതനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അവൻ സിമ്പതിയുള്ളവനാ. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്നവൻ. അവര് അടുത്ത് വരുമ്പോൾ, യാഗം കഴിക്കാനൊക്കെ വരുമ്പോൾ അവന്റെ ആ നിയമത്തെക്കാൾ ഉപരി അവൻ സഹതാപത്തിൽ എന്നെ കാണുന്നവൻ. എൻ്റെ മനുഷ്യ നേച്ചറിൽ മാനുഷികമായ തെറ്റുകൾ വരുമ്പോൾ എന്നെ സഹതാപത്തോടെ എന്നെ കാണുന്നവൻ. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പാടുന്നത്: കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ,
തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞ് കേൾക്കും കാതുള്ളോർ. ലോകപാപച്ചുമടിനെ ശിരസ് കൊണ്ട് ചുമന്നൊഴിപ്പതിന് കുരിശെടുത്ത് ഗോൽഗോഥയിൽ പോയോരേ, സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ. അവൻ കരുണയുള്ള ദൈവം. അവന്റെ കരുണയുടെ ബഹുത്വ നിമിത്തമല്ലേ നമ്മൾ നിലനിൽക്കുന്നത്. ആ കാരുണ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്രിസ്തീയ മനോഭാവത്തിൽ നമ്മൾ മറ്റുള്ളവരെ കാണണമെന്നാണ്, സഹതാപത്തോടെ കാണണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സഹതാപത്തിന്റെ മൂർത്തിഭാവമാണ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു. അവൻ സഹതാപത്തോടെ നമ്മളെ കാണുന്നുവെങ്കിൽ നാം മറ്റുള്ളവരെയും സഹതാപത്തോടെ കാണുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്തേത് ലവ് ബ്രദേഴ്സ്, സഹോദരപ്രീതി. സഹോദരപ്രീതി ആദ്യത്തെ രണ്ടെണ്ണവും നമുക്ക് ഫാമിലിയിൽ കൂടെ നമുക്ക് ചേർക്കുവാൻ കഴിയും. ഫാമിലിയിലെ നമ്മുടെ ജീവിതത്തിൽ അത് ചേർക്കാൻ. സഹോദരപ്രീതി എന്ന് പറയുമ്പോൾ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചവരത്രേ. അന്യോന്യം സ്നേഹിക്കുക. അപ്പം ഈ ഐക്യതയും അതുപോലെ തന്നെ ഹാർമണിയും വന്നു കഴിയുമ്പോൾ ഓരോ സ്റ്റെപ്പുകളാണ് ചവിട്ടി കയറുന്നത് കേട്ടോ. ആ സ്റ്റെപ്പുകൾ ചവിട്ടി കയറുമ്പോൾ സഹോദരപ്രീതി ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ്. സഹോദരപ്രീതി നമ്മൾ അതിൻ്റെ 10-ാം വാക്യം 1 തെസ്സലോനിക്കർ 4-ന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: മക്കദോനിയയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ അതിനധികമായി വർദ്ധിച്ചു വരണം. അപ്പോൾ സഹോദരപ്രീതി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? അന്യോന്യം സ്നേഹിപ്പാൻ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചവരത്രേ. മൂന്നാമത്തെ ക്രൈസ്തവ മനോഭാവം എന്ന് പറയുന്നത് ലവ്, ബ്രദർലി ലവ്. അത് ദൈവത്തിന്റെ ഉപദേശം. ഇവിടെ തന്നെ ആ വാക്യം തന്നെ പറയുന്നുണ്ട്. മാസിഡോണിയയിൽ എങ്ങുമുള്ള സഹോദരന്മാരോട് അങ്ങനെ ആചരിക്കുന്നു, ഉത്സവം ആചരിക്കുന്നൊക്കെ പറഞ്ഞ പോലെ. We are fulfilling it. പിന്നെ പറയുന്നത് അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരികയാ. ഉപദേശം ലഭിച്ചു, സഹോദരപ്രീതിയിൽ ഉപദേശം ലഭിച്ചു, മാത്രമല്ല ആചരിക്കുന്നു, മാത്രമല്ല അധികമായി വർദ്ധിച്ചു വരുന്നു. ഇന്നലത്തെ സഹോദരപ്രീതിയല്ല നാളത്തേതല്ല അടുത്ത ദിവസം. വർഷങ്ങൾ കഴിയും തോറും സഹോദരപ്രീതിയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയായി. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, സഹോദരപ്രീതിയിൽ സഹോദരനെ കണ്ടാൽ സംസാരിപ്പാൻ കഴിയാത്തവര് ഇന്ന് ഈ വചനത്തിന് മുമ്പാകെ ക്രിസ്തീയ മനോഭാവം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെത്താനൊന്ന് ശോധന ചെയ്യണം കേട്ടോ. ദൈവത്തിൻ്റെ ആലോചനയാണ്, ദൈവത്തിൻ്റെ വചനമായി നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ ഉപദേശമാണ്. മാത്രമല്ല ആചരിക്കണമെന്നാണ് കാണുന്നത്. അതിൽ വർദ്ധിച്ചു വരണം. യഥാർത്ഥത്തിലുള്ള ഉണർവെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ആഴത്തിലുള്ള ഉണർവെന്നൊക്കെ പറഞ്ഞതാ. ദൈവത്തിന് സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: എല്ലാവരെയും ബഹുമാനിപ്പീൻ. ഈ പുസ്തകത്തിൽ തന്നെ 2-ാം അധ്യായം 17-ാം വാക്യം നമ്മൾ കണ്ടതാ. സഹോദര വർഗത്തെ സ്നേഹിക്കുവീൻ, ദൈവത്തെ ഭയപ്പെടുവീൻ, രാജാവിനെ ബഹുമാനിപ്പീൻ. അപ്പം സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ, അകമഴിച്ച്. കാരണം എന്തെന്നറിയാം, എന്നിലൂടെയും എൻ്റെ സഹോദരനിലൂടെയും ഒഴുകുന്ന ആ രക്തമൊന്ന് നമ്മളെ പർച്ചേസ് ചെയ്ത ഒരേ രക്തമാണ്.
എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും നമ്മളുടെ സമൂഹത്തിൽ താണവന് വേണ്ടിയും ഉയർന്നവന് വേണ്ടിയും കോസ്റ്റ് കൊടുത്ത് ക്രിസ്തു. അതുകൊണ്ട് സ്നേഹിപ്പീൻ. ക്രിസ്തു തന്നെ ഇത് കാണിച്ചു തന്നിട്ടില്ലേ? ക്രിസ്തുവിൻ്റെ സ്വഭാവമല്ലേ സ്നേഹം? അവൻ്റെ സ്വഭാവമല്ലേ സ്നേഹം? ദൈവം സ്നേഹമാകുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നല്ലേ നമ്മൾ പഠിച്ചത്. അത്ര സ്നേഹം തന്നവനാ. അപ്പം ഇത് ക്രിസ്തുവിൻ്റെ മോഡലാ. ആ സ്നേഹം എന്നിലും വസിക്കണം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം. സ്നേഹം, സഹോദര പ്രീതി. അടുത്തത് കമ്പാഷണേറ്റ്, മനസ്സലിവ്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. മനസ്സലിവ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തു അല്ലേ നമ്മുടെ മോഡല്? മത്തായി സുവിശേഷം 11:29 നമ്മളിങ്ങനെ കാണുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അപ്പോൾ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് മനസ്സലിവുള്ളവരാകണം. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടും. 4ാമത്തെ കാര്യമാണ് കമ്പാഷനേറ്റ്, മനസ്സലിവ്. 5ാമത്തെ മനോഭാവം എന്ന് പറയുന്നത് വിനയം, ഹ്യൂമിലിറ്റി. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ രൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ. ഇതാണ് താഴ്മ. താഴ്മ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഡിക്ഷണറി നോക്കുമ്പോൾ നമ്മളുടെ ഇമ്പോർട്ടൻസ് കുറയുന്ന, അതിനൊരു പ്രാധാന്യവും നമ്മുടെ പ്രാധാന്യത്തിന് യാതൊരു വിലയും കൊടുക്കാതെ ആയിരിക്കുന്നൊരവസ്ഥയ്ക്കാണ് താഴ്മ എന്ന് പറയുന്നത്. പറയുവാൻ എളുപ്പവും പ്രവർത്തിപ്പാൻ പ്രായോഗികമാക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് ഈ താഴ്മ. എൻ്റെ ഇമ്പോർട്ടൻസ് എവിടെ കുറയുന്നുവോ അവിടെ നമ്മൾ പ്രതികരിക്കാറുണ്ട്. ആത്മീയ തലത്തിലും കുടുംബത്തിലുമൊക്കെ ഇതല്ലേ നടന്നു വരുന്നത്. എനിക്ക് സ്റ്റേജ് ലഭിച്ചില്ലെങ്കിൽ എന്നെ മാനിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും പ്രതികരിക്കാറുണ്ട്. വീടുകളിലാണെങ്കിൽ എന്നോട് നേരത്തെ കൺസൾട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇമ്പോർട്ടൻസിനെ നമ്മൾ ആരവഗണിക്കുന്നുവോ ആ അവഗണനയെ നമ്മൾ ഒരു തരത്തിലും ക്ഷമിക്കാതെ നമ്മൾ പ്രതികരിക്കാറില്ലേ? എന്നാൽ ഇവിടെ പറയുന്ന താഴ്മയെന്ന് പറയുന്നത് നമ്മുടെ ഇമ്പോർട്ടൻസ് വലുതായി കാണാതെ നമ്മൾ സാഹചര്യങ്ങളിൽ പ്രതികരിക്കുന്നതിനെയാണ് താഴ്മ എന്ന് പറയുന്നത്. ഇവിടെ യേശുക്രിസ്തുവിന്റെ താഴ്മ ദൈവസ്വരൂപത്തിലിരിക്കുകയും ദൈവത്തോടുള്ള മഹത്വം, സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിക്കുകയായിരുന്നു, ലോകത്തിലെ അഖിലാണ്ടത്തിലെ ഏറ്റവും വലിയ എന്താണ് ഈ അത്ഭുതം? നമ്മൾ പറയുമായിരിക്കാം പല ചൈനയിലെ വൻമതിലാണ്, ഗ്രേറ്റ് വാൾ, ഈഫൽ ടവർ ഒക്കെ ആയിരിക്കാം. അതൊന്നും അല്ല പ്രിയമുള്ളവരെ. ഞാൻ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം അഖിലാണ്ടങ്ങളുടെ ഉടയവൻ, സകലത്തിൻ്റെയും കാരണഭൂതനായ എൻ്റെ യേശു ക്രിസ്തു, അവൻ്റെ ജഡാവതാരം, അവൻ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ഒതുങ്ങി 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 വേഷത്തിൽ അവൻ മനുഷ്യനായി വന്ന് കാലിത്തൊഴുത്തിൽ പറന്ന് എനിക്ക് വേണ്ടി ഭൂതല സഞ്ചരിച്ചവനായ അവൻ്റെ ആ താഴ്മയാണ് ഏറ്റവും വലിയ അത്ഭുതം. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? നമ്മുടെ ജീവിതത്തിൽ
ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റേണ്ടത് ഇങ്ങനെ താഴ്മ വന്നാൽ നമ്മളതിനെ എങ്ങനെ എടുക്കും? എന്നോടുകൂടി തന്നെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ താഴ്മയുടെ മുമ്പിൽ, അവൻ്റെ സ്നേഹത്തിൽ, അവനാണ് മാതൃക. ഈ പറഞ്ഞ 5 കാര്യങ്ങളുടെയും മോഡൽ ക്രൈസ്റ്റാ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അവിടെ മനുഷ്യനായിട്ട് മാത്രമല്ല, ഒരു അടിമയെ പോലെ മരിക്കുവാൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നവനായ യേശു നമ്മുടെ മോഡലായി നിൽക്കുക. ആ താഴ്മ, ആ ഹ്യൂമിലിറ്റി ഞാനും നിങ്ങളും എടുക്കണമെന്ന്, നമ്മുടെ മനോഭാവം അതായിരിക്കണമെന്നാണ് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. ഞാൻ 5 കാര്യം ഒന്നുകൂടെ പറയട്ടെ. ഐക്യത, സഹതാപം, സഹോദരപ്രീതി, മനസ്സലിവ്, വിനയബുദ്ധി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ, കർത്താവേ, നിന്നെ പോലെ ആയിത്തീരുവാൻ എന്നെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പാടുന്നുണ്ടല്ലോ, യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ പോലെ ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. കർത്താവേ, നിന്റെ സ്വഭാവത്തിന് അനുരൂപരായി നിന്റെ മനോഭാവം എന്നിലും റിഫ്ലക്റ്റ് ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ഭാഗത്തേക്ക് കയറിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുവാനായി ആഗ്രഹിക്കുക. നമ്മൾ എങ്ങനെയാണ് ഇനി പ്രതികരിക്കേണ്ടത്? മനോഭാവന പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? ഇത് പറയുമ്പോൾ നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾ ആദ്യത്തെ ഇതിൻ്റെ സെഷൻസിൽ നമ്മൾ കണ്ടതാണ്, നീറോയുടെ കാലത്ത് വളരെയധികം പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ എഴുതിയൊരു പുസ്തകം പത്രോസിൻ്റെ ലേഖനം. അവരെയൊക്കെ റോമൻ ഗവൺമെൻറ് എനിമികളാക്കി മുദ്രകുത്തി ലോക്കൽ ഗവൺമെൻറ്റുകൾ അവരെ മരണത്തിലേക്കും അതുപോലെ തന്നെ പലതരത്തിലുള്ള പീഡനങ്ങളിലേക്കും കടത്തിവിടുമ്പോൾ എഴുതപ്പെട്ടൊരു പുസ്തകമായിരുന്നു. അവരെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി എഴുതിയൊരു പുസ്തകമാണ്. അവരോടാണ് ഞാൻ പറയുന്നത്, ഫസ്റ്റ് ഓഡിയൻസ് അവരെ. അപ്പം അവരോട് പറഞ്ഞ എങ്ങനെയാണെന്ന് പറയും, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കുകയും. ഇതാണ് ഒറിജിനൽ ഓഡിയൻസിന് കൊടുക്കുന്ന നിർദ്ദേശം. അപ്പം ഇവിടെ പ്രതികരണവും ക്രിസ്തുവിന്റെ മാതൃക. അപ്പം നമ്മൾ ആദ്യം കണ്ടത് നമ്മുടെ മോഡല് ക്രിസ്തുവാണെന്നാണ് നമ്മൾ കണ്ടത്. അപ്പം നമ്മൾ അത് മാത്രമല്ല, നമ്മുടെ മനോഭാവം ക്രിസ്തുവാണ്, നമ്മുടെ പ്രതികരണവും ക്രിസ്തുവിന്റെ മോഡലാണ്. ടോട്ടലി വി ആർ കോപ്പിയിങ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു പറഞ്ഞ എന്താ? മത്തായി സുവിശേഷം 5-44 വാക്യം, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ എന്നല്ലേ മത്തായി സുവിശേഷം 5-44 വാക്യം നമ്മൾ കാണുന്നു. നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നമ്മൾ പ്രതികരണമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23-34 വാക്യത്തിൽ നമ്മൾ എന്താ കണ്ടത്? കാണുന്നത് എന്താ? യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞൊരു വാക്കാ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. പ്രതികരണമാണ്. ഇപ്പൊ ഈ ഫസ്റ്റ് ഓഡിയൻസിന് അവര് ഉപദ്രവിക്കപ്പെടുന്നവരാട്ടോ. ഈവൻ രാജകുടുംബാംഗങ്ങളിലെ പോലും, അതായത് റോയൽ ഫാമിലിയിലെ, സീസറിൻ്റെ ഫാമിലിയിലെ പോലും ആളുകളെ കൊന്നുകളഞ്ഞു, ദയയില്ലാതെ കൊന്നുകളഞ്ഞു. പലതരത്തിലുള്ള കഷ്ടതകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ. ഈ സമയത്ത് പത്രോസ് അപ്പോസ്തലനും പൗലൂസും റോമിലുണ്ടായിരുന്നതല്ലേ നമ്മൾ ആദ്യമേ പഠിച്ചത്. അവരൊക്കെ ഇത് ചെയ്യുമ്പോൾ ഇവരോട് പറയുന്നത് എന്താ? ദോഷത്തിന് ദോഷവും. അവർ നിങ്ങളെ ദ്വേഷിക്കുന്നുണ്ട്. ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുന്നത് ഭയങ്കര പാടാട്ടോ.
അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. നമ്മുടെ മുമ്പിൽ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ഈ വിഷയങ്ങളെല്ലാം മാറും. There is a blessing waiting for us. അത് ഇൻഹെറിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകേണ്ടത് ആവശ്യം. ബ്ലസ് എന്നവിടെ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, സ്പീക്ക് വെൽ. നമ്മൾ ഈ അബ്രഹാം അനുഗ്രഹിച്ചു എന്നൊക്കെ പറയുന്ന പോലുള്ള അനുഗ്രഹം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്പീക്ക് വെൽ. സെപ്റ്റുവജന്റില് ഏകദേശം 400 തവണ സ്പീക്ക് വെൽ എന്നുള്ള പദം പറയുന്നുണ്ട്. അവരോടുള്ള മനോഭാവം എന്ന് പറയുന്നത് ശപിക്കാതെ അവരോട് ഫ്രണ്ട്ലി ആയി കഴിയുവാൻ ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുക. അനുഗ്രഹിക്കുക എന്ന് പറയുന്നതിൻ്റെ വേറൊരു ഭാവം എന്നാണ്. ബ്ലസ് മീൻസ് ഫ്രണ്ട്ലി ഡിസ്പൊസിഷൻ, അല്ലെങ്കിൽ ആ സ്നേഹ മനോഭാവത്തോട് അവരോട് അനുവർത്തിക്കണമെന്നാണ് പത്രോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നടന്ന ദോഷത്തിന് ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് നമ്മുടെ കോള് മറക്കരുത്. അനുഗ്രഹം അനുഭവിക്കണം. പക്ഷെങ്കിൽ നിങ്ങൾ ദോഷം അനുഭവിക്കുന്നുണ്ട്, നിങ്ങളെ ശകാരിക്കുന്നുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും have a friendly disposition. സ്നേഹ മനോഭാവത്തോടെ ഇടപെടണം, പ്രതികരിക്കരുത്. ഇത് കുടുംബത്തിൽ അത്ര വാസ്തവം. ഒരുപക്ഷെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഒരു ഫ്രണ്ട്ലി ഡിസ്പൊസിഷൻ, അതെന്താ, എങ്ങനെ ഇത് തുടക്കം എവിടാ? ആത്മനിറവിൻ ജീവിതം നയിക്കുകയാണ്. അപ്പോസ്തലൻ ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന വാക്കുകളെ ഇവിടെ ചുരുപ്പാനുള്ള സമയമായിരിക്കും. 1 കൊരിന്ത്യർ 4:12 സ്വന്തം കയ്യാൽ വേല ചെയ്യുന്നു. പൗലോസിന്റെ ആറ്റിറ്റ്യൂഡ്. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയും. ഈ ഒരു ഭക്തന്റെ റെസ്പോൺസ് നോക്കണം. സ്വന്തം കയ്യാൽ വേല, അത് നമുക്കറിയാം, നോർമലാണ്, പ്രത്യേകിച്ച് വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. നമ്മളെ വഴക്ക് പറയുമ്പോൾ, നമ്മളെ വെർബൽ അബ്യൂസ് നടത്തുമ്പോൾ ആശീർവദിക്കുന്നു. ബ്ലസ് ചെയ്യുന്നു. ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കേണ്ട നേരമായിരിക്കും. 5 തരത്തിലുള്ള മനോഭാവം, പ്രതികരണം ക്രൈസ്തവ ജീവിത ശൈലിയിലുണ്ട്. നമുക്കത് ആപ്ലിക്കബിൾ ആക്കാൻ കഴിയും. ഒന്ന് നമുക്ക് ട്രൈ ചെയ്തൂടെ? കർത്താവേ, നിന്റെ ആത്മാവിനാൽ എനിക്ക് അതിന് ശക്തി തരണമേ. എന്തൊക്കെയാ? ഐക്യത, സഹതാപം, സഹോദരപ്രീതി, മനസ്സലിവ്, വിനയബുദ്ധി. തിരിച്ച് ശകാരം കേട്ടിട്ട് ആശീർവദിക്കുക, അല്ലേ? ശകാരം കേട്ടിട്ട് ആശീർവദിക്കുക. വായിക്കുന്നത് എങ്ങനെയാ? ദോഷത്തിന് ദോഷം, ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് നിങ്ങളെ വിളിച്ചിരിക്കൊണ്ട്. ഡോണ്ട് ഫോർഗെറ്റ് ദ കോൾ. വിളിച്ചിരിക്കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. എത്ര മനോഹരമായൊരു ഒരു പദവി, എത്ര മനോഹരമായൊരു മാനസികാവസ്ഥ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പക്ഷെ ഒരു കാര്യം, ഒരു അൾട്ടിമേറ്റ് എന്താണെന്നറിയാം? ഒരു അനുഗ്രഹം നമുക്കുണ്ട്. ഇവിടെ ഒരുപക്ഷെ ലഭിച്ചതിലെന്നിരിക്കാം, നിത്യതയിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ റിഫ്ലക്റ്റ് ഉണ്ടാകും. ഈ വചനങ്ങളെ, പ്രായോഗിക വചനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാൻ കഴിയുമോ? ഇതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ ഉണർവ്. ഇതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മ നിറവിൻ ജീവിതത്തിന്റെ അനന്തരഫലം. നമ്മളതിനെ സമർപ്പിക്കാൻ കഴിയും.
ഏത് സാഹചര്യത്തിലാണ് നിങ്ങളായിരിക്കുന്നത് എനിക്കറിയത്തില്ല. ഈ മനോഭാവത്തിൽ എവിടെങ്കിലും ഫെയിലിയർ ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ കർത്താവിൻ്റെ ആത്മാവിനോട് സഹായം ചോദിക്കും. കർത്താവിനോട് അപേക്ഷിച്ച്, കർത്താവ് ഇതിൻ്റെ ആത്മാവിൻ്റെ ആ പരിവർത്തനം എന്നിലുണ്ടാകട്ടെ. നമ്മുടെ തലകളെ മുടക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി സ്തോത്രം. ഈ വചനം പറയുമ്പോൾ തന്നെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. യേശുവിനെ പോലെയായി തീരുവാൻ, യേശുവിൻ്റെ മനോഭാവവും യേശുവിൻ്റെ പ്രതികരണവും ഞങ്ങൾ കർത്താവെ അനുഭവിച്ചറിയുവാൻ, കർത്താവ് ഞങ്ങൾ മൈനോറിറ്റി ആണെങ്കിലും ഞങ്ങൾ യേശുവിനെ പോലെ ജീവിപ്പാൻ്റെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതം ഒരു വലിയ പ്രസംഗമായി മാറുവാനിടയാക്കുമാറാകണമേ. ഞങ്ങളുടെ മനോഭാവം വായിക്കുന്നവർ നിന്നെ കാണുവാൻ, ഞങ്ങളുടെ പ്രതികരണങ്ങൾ കേൾക്കുന്നവർ നിന്നെ അനുഭവിച്ചറിയുവാൻ സഹായിക്കണമേ. സമർപ്പിക്കുന്നു, അതിനായുള്ള കൃപയ്ക്കായി യാചിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. വീണ്ടും നമുക്ക് കാണാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ.